നാസർക്കാരുടെ ഡോഗാണിത്. നമ്മൾ നേരത്തെ ഇങ്ങനെ പേടിക്കല. ജസ്റ്റ് നോ പ്രോബ്ലം. വെള്ളം കുടിക്കാൻ ഷെഫീക്കിനെ വിളിക്കണ്ടോ ബ്ലോഗിന്? ബ്ലോഗിന് പറ്റില്ല. ഹലോ നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സൺഡേ വൈബിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സുജിക്ക എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഒരു പഴയകാല പഴങ്കഞ്ഞി കഥ. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും അവന്റെ അടിപൊളി ഹെൽത്തി ഫുഡായ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി, ഉള്ളി, തൈര്, പഴങ്കഞ്ഞി മാത്രമേ ഉള്ളൂ ഇന്ന്. പഴങ്കഞ്ഞി, അതേപോലെ നല്ല ഉണക്കല്, വീട്ടിൽ ഉണക്കിയ ഉണക്കല്, മാന്തള് വീട്ടില് ഉപ്പിട്ട് ഉണക്കിയ വൃത്തിയുള്ള ഉണക്കല്. പഴങ്കഞ്ഞി ഉണക്കലും കൂട്ടുള്ള ഒരു കോമ്പിനേഷൻ. തൈരുണ്ടോ? തൈരൊക്കെ പഴങ്കഞ്ഞില്ലേ? പിന്നെ പുതിയ തൈര് ചമ്മന്തി അല്ല, ഉണക്കല്. ഉണക്കല് നല്ല പിന്നെ പുതിയ ടൈപ്പ് ഉണക്കല് പോയി അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് സൺഡേ വൈബ് നമ്മളെ ഫ്രണ്ട്സ് ജില്ലയിൽ അടിപൊളിയാക്കിട്ട് ഒരു പഴങ്കഞ്ഞിയുടെ ഒരു യാത്ര. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പഴങ്കഞ്ഞിയുടെ പ്രിപ്പറേഷൻ ഇതൊക്കെ കാണാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്. നല്ല മാന്തൾ, നാടൻ മാന്തള് ഉണക്കിയത്, ചെറുള്ളി, പച്ചമുളക്, വീട്ടിൽ ഉണക്കിയ മാന്തൾ, വളർത്ത കയ്യില്ല. അപ്പോ പഴങ്കഞ്ഞിയുടെ ഇന്നലെ വെള്ളത്തിലിട്ട ചോറ്, ആ ചോറും അരിയും ഇന്നലെ വെള്ളത്തിലിട്ട കേട്ടാ. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് പഴങ്കഞ്ഞിക്ക് വേണ്ടിട്ട്. ഇത് തൈര്. ഈ തൈര് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുക. ഒഴിക്കണം. ഇതിൽ തൈരും തൈര്, നല്ല പുളിയുള്ള അടിപൊളി തൈര്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഉള്ളി ചതക്കണം, മിളക് ചതക്കണം, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഉണക്കൽ റെഡിയാണ്. ഇനി നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുക, അല്ലാണ്ട് പൊടിയുപ്പല്ല. കല്ലുപ്പ് നന്നായിട്ട്, കല്ലുപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് വരുന്ന അത്ര കല്ലുപ്പ് ചേർക്കുക. ഓക്കെ, ഇപ്പൊ കല്ലുപ്പ് ചേർത്ത്. ഉണക്കല് നമ്മൾ ലാസ്റ്റ് കഴിക്കുമല്ലോ ഇതിന്റെ കൂടെ? ഉണക്കല് നമ്മളിത് കഴിക്കുന്ന നേരത്തെ അതിലേക്ക് കൂട്ടുക, സാധാരണ ചോറ് കറി കൂട്ടണ പോലെ. അടിപൊളിയില്ലേ? ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഈ ഉള്ളി ചതക്കണം, മിളക് ചതക്കണം, ഇതിലേക്ക് ഇടണം. അപ്പൊ നമ്മളെ ഉള്ളി ചതച്ചത് ഇങ്ങനെ വിതറ. അപ്പൊ മിളക് ചതച്ചത് ഇതിൽ കൂടെ തന്നെ പോണ്ട്. അപ്പൊ എന്തായി? ഉള്ളി ചതച്ചത് വന്ന് ചെറുള്ളിയാട്ടാ. ഈ സവാള എടുത്ത് ചതക്കരുതായിരുന്നു. ഇനി ഇതൊക്കെ കൂടിയിട്ട് ഒരു ഞെരടിച്ച തൈര്, നമ്മളെ കല്ലുപ്പ് ഓൾറെഡി ഇട്ട് നമ്മളെ മറ്റവരൊക്കെ വന്നിട്ട് എല്ലാരും അഭിപ്രായം പറയട്ടെ. എല്ലാരും കഞ്ഞി കുടിക്കുന്ന ആൾക്കാർ കുറെ ഉണ്ട് പറയണേ. ചില്ല് ഈ പഴങ്കഞ്ഞി കുടിച്ചാ ഇനി രാവിലെ ഇവിടെ വന്ന് കയറുന്നിട്ട്. ഇതൊരു അപാര പഴങ്കഞ്ഞിയാണ്. ഇതിന് 5 സ്റ്റാർ ഹോട്ടലൊക്കെ നിങ്ങൾ വിളിക്കും ഇത് ഉണ്ടാക്കാന്. പിന്നെ ഷെഫുകളൊക്കെ അതല്ലേ, അതിന് നമുക്ക് വേറെ ഉണ്ടാവില്ല. ഇത് നമ്മളെ വൈബ്, ഫ്രണ്ട്സ് വൈബിന് വേണ്ടിട്ട് ഉണ്ടാക്കണ. അതല്ല നിങ്ങൾ സെലിബ്രിറ്റി ആയി പറയല്ലേ. അടിപൊളി. അപ്പൊ പഴങ്കഞ്ഞി റെഡി ആട്ടാ. പിന്നെ ഇതാ ഉണക്കൽ റെഡിയാണ് നമുക്ക് കൂട്ടണയിലേക്കുള്ളത്. അപ്പൊ നമ്മളിന്ന് ഈ പഴങ്കഞ്ഞിയുമായിട്ടാണ് യാത്ര. അപ്പൊ നമ്മളിന്ന് കുറെ പേര് വരാണ്ട് ഈ കഞ്ഞി കുടിക്കാൻ. കഞ്ഞി ഇപ്പൊ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതായത് സുജിയുടെ പഴങ്കഞ്ഞി അല്ലെ, അങ്ങനെ പേരിടല്ല, സുജീഷ് പഴങ്കഞ്ഞി. എന്നിട്ട് എല്ലാരും കുടിച്ചിട്ട് അഭിപ്രായം പറയാം. അതെ, ഈ ഇമ്മൊക്കെ ഇത് കണ്ട അനക്ക് ഇത്ര നന്നായിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ എവിടെ വെച്ച് പഠിച്ചു? അതാ രസം. ഓക്കെ, കഞ്ഞി കഴിക്കാൻ പോവുകയാണ്. നമ്മള് കഞ്ഞി കഴിക്കാൻ പോവുകയാണ്. പഴങ്കഞ്ഞി വൈബ് സൺഡേ വൈബ് തന്നെ. അതാണ് അതിന്റെ കളി കേട്ടാ. സൺഡേ വൈബ് ഒരു വൈബ് തന്നെ. ഓക്കെ,
ഇനിയിപ്പോ സംസാരിച്ചിട്ട് പോണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ ആ കഞ്ഞി കുടിക്കുക. രണ്ട് പുതിയ ആളുണ്ടല്ലോ, ഒന്ന് ഡെർബിയുടെ പിന്നെ എന്താ പേടിക്കാൻ. രണ്ടാളും വെള്ളം കൊണ്ടുപോണ് ഇരുന്ന് കഴിഞ്ഞാൽ പൊളിക്കോ. എന്തായാലും കഞ്ഞി ഇതുണ്ടോ, പ്ലാവിൻ്റെ പ്ലാവിൻ്റെ എല്ലാം റെഡി അല്ലേ? ഇന്ന് ഫുള്ള് അടിച്ചു പൊളിക്കുക, ഒരു കഞ്ഞി കുടിക്കുക, ഇതന്നെ ഒന്ന് പരിപാടി. കോലാനുണ്ട്, കോലാൻ നാസർഖാന്റെ ഉണ്ടല്ലേ? ഇല്ലല്ലോ, ഞാൻ ബുദ്ധിമുട്ടിക്കണ്ട എല്ലാ സംഗതി റെഡിയാ. അല്ല ഞാൻ അപ്പൊ ഇന്നിപ്പോ സൺഡേ വൈബ് അടിപൊളി. പ്രതീക്ഷിക്കാതെ രണ്ട് ആൾക്കാരും കൂടി ഉണ്ട്. ഡെർബിയുടെ പ്രൊഡ്യൂസറാണ്, ഒരു പുതിയൊരു ഫിലിം ഇറങ്ങുന്നുണ്ട്, അതിന്റെ പ്രൊഡ്യൂസറാണ് വരുന്നത്, മൻസൂർ ഖാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ആ പടം എല്ലാരും കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ നാട്ടില് വടക്കേടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അത് ഉഷാറാവും. കാരണം ഒരാള് പടം എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അല്ല, സിനിമയോടുള്ള ഒരു പാഷനാണത്. കാരണം പല രീതിയിലും നമുക്ക് ബിസിനസ് വേറെ കാര്യം കിട്ടാ. മൻസൂറിന്റെ പടത്തില് ഹെലികോപ്റ്ററും മാവേലി കൂടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതല്ല, ചെറിയ പടമല്ല, വലിയൊരു പടം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് ആയല്ലേ, അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. മാക്സിമം പ്രൊമോട്ട് ചെയ്യാം നമ്മളെ പടത്തിന്. അതൊരു പാഷനാണ്. വഞ്ചിണ്ടല്ലോ ഇവിടെ കഴിക്കട്ടാ. ഹായ് ഗെയ്സ്, അപ്പൊ നമ്മള് പഴങ്കഞ്ഞി കുടിക്കേണ്ട ലൊക്കേഷനിലെത്തി. ഈ പഴങ്കഞ്ഞി കുടിക്കേണ്ട ലൊക്കേഷനിലെത്തിയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ പണ്ടത്തെ നൊസ്റ്റാൾജിയ നല്ല പ്ലാവിൻ്റെ ഇല കുമ്പളുത്തി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ അടിപൊളി ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ ഈ സ്ഥലം വന്നിരിക്കുന്നത് എരമംഗലത്ത് നിന്ന് താഴത്തടി KPJ സ്കൂളുണ്ട്, അതിൻ്റെ പിറകുവശത്തായിട്ടുള്ള നാസറിൻ്റെ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സിൻ്റെ ഒരു വലിയ ആയുർവേദ റിസോർട്ട് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ആയുർവേദ റിസോർട്ട് പിന്നീട് നമ്മളെ വ്ളോഗിലൂടെ കാണിക്കുന്നതാണ്. അടിപൊളി സെറ്റപ്പിലാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ നാസർക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഈ കഞ്ഞി കുടിക്കാനുണ്ട്. പഴങ്കഞ്ഞിക്കാണെങ്കിൽ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഡെർബി, മൻസൂർ, ഫുൾ ടീം. അപ്പം നമുക്ക് എന്തായാലും ചില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കാനല്ലേ. ഞാൻ ഒന്നിരിക്കട്ടെ.